ഞാൻ ഇപ്പൊ ആഗ്രഹിക്കപ്പെടച്ചോനെ യൂസുഫ് അലിയെ പോലെ എന്നെ ആക്കണമല്ല, യൂസുഫ് അലിയെ പോലെ ആക്കണമല്ല. ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്യുന്നു. മനുഷ്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ യൂസുഫ് അലിയെ പോലെ ആകുന്നില്ല, ഏറ്റവും വലിയ കോടീശ്വരനെ പോലെ ആകുന്നില്ല. അപ്പൊ പറയാ പടച്ചോനെ യൂസുഫ് അലി എന്നെ പോലെ ആക്കിയേക്കാൻ, നേരെ എത്തിങ്ങാനിലാക്കിയേക്കാൻ. മനുഷ്യന്റെ ആഗ്രഹമാണ്. അള്ളാഹു ദൈവത്തിന് ആഫിയത്തുള്ളത് കൈസ് കൊടുക്കുമാറാകട്ടെ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ്. ഒരുപാട് പള്ളികൾക്കും ഞങ്ങളുടെ നാട്ടില് ഗാന്ധി ഭവൻ എന്ന് പറയുന്ന ഒരു വൃദ്ധസദനമുണ്ട് പത്തനാപുരത്ത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ മരണപ്പെട്ടു പോയാലും എൻ്റെ സ്വത്തിൽ നിന്ന് അല്പം അതിനുവേണ്ടി മാറ്റിവെച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഇവിടെ പണ്ടുള്ളവര് ചില ആൾക്കാർ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് കുഞ്ഞിനകത്ത് കയറ്റിക്കൊള്ളാൻ പറയും, കുഞ്ഞിനെ എടുത്ത് മാറ്റിക്കൊള്ളാൻ പറയും. ചിലർ വരുന്നത് കാണുമ്പോൾ ചില ആൾക്കാർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് ചുമ്മാതെ പറഞ്ഞതല്ല. ഈ കണ്ണെന്ന് പറയുന്നത് 3 രീതിയിലാണ്. ഒന്ന് ഐനുൻ ഹാസിദ്, അസൂയയുടെ കണ്ണ്. ഈ കണ്ണന്റെ പ്രത്യേകത എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കൊരു അനുഗ്രഹം കൊടുത്തു. ഇപ്പൊ ഇവിടെ മുത്തഅല്ലിങ്ങൾ പഠിക്കുന്നു, ഇവിടെ മുത്തഅല്ലിങ്ങൾ ഉസ്താദന്മാരെയൊക്കെ ആദരിച്ചു. അല്ലാഹു പണ്ഡിതന്മാരിൽ പെടുത്തുമാറാകട്ടെ. ഒരു മുത്തഅല്ലിമായ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ, ഒരു ഹാഫിളായ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ, അല്ലാഹ് എൻ്റെ മോനെ അങ്ങനെ ആക്കി തരണേ അല്ലാ. അത് വേറെ. പടച്ചവനെ ആ മോനെ പോലെ എൻ്റെ മോനെ നീ ആക്കിയിരുന്നെങ്കിൽ, അവന് ഹാഫിളും ആലിമൊക്കെ ആയിരുന്നെങ്കിൽ, ഇത് വേറെ. ഇതങ്ങനല്ല. ഈ ഐനുൻ ഹാസിദ് എന്ന് പറയുന്ന കണ്ണെന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരാൾക്ക് നൽകിയ നിഅമത്ത് മാറിപ്പോണം. അങ്ങനെ ചിന്തിക്കുക. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അവനൊന്ന് എത്തീങ്ങാനയിലായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. പടച്ചൻ ആഗ്രഹിക്കുക, ഓനൊന്ന് എത്തീങ്ങാനയിലായിരുന്നെങ്കിൽ. എനിക്ക് കിട്ടണമെന്നല്ല, അത് നശിക്കാൻ ആഗ്രഹിക്കുക. ഒരാൾക്ക് നല്ലൊരു വീടുണ്ടായി, ഒരു കാറുണ്ടായി, നല്ല ജോലി ഉണ്ടായി, അത് നഷ്ടപ്പെട്ടു പോകണമെന്ന്. പടച്ചോനെ നമ്മള് ഒരാളുടെ പ്രസംഗത്തിൽ ഞാൻ കേട്ടു, ഒരാളുടെ ചരിത്രം പറയുന്നു. അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ ഓനെ പോലെ എന്നെ ആക്കണേ അല്ല, ഓൻ വലിയ കോടീശ്വരനാണ്. ഞാൻ ഇപ്പൊ ആഗ്രഹിക്കാം പടച്ചോനെ യൂസുഫ് അലിയെ പോലെ എന്നെ ആക്കണേ അല്ല, യൂസുഫ് അലിയെ പോലെ ആക്കണമല്ല. ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്യുന്നു. മനുഷ്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ യൂസുഫ് അലിയെ പോലെ ആകുന്നില്ല, ഏറ്റവും വലിയ കോടീശ്വരനെ പോലെ ആകുന്നില്ല. അപ്പൊ പറയാ പടച്ചോനെ യൂസുഫ് അലി എന്നെ പോലെ ആക്കിയേക്കാൻ, നേരെ എത്തിങ്ങാനിലാക്കിയേക്കാൻ. മനുഷ്യന്റെ ആഗ്രഹമാണ്. അള്ളാഹു ദൈവത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ്. ഒരുപാട് പള്ളികൾക്കും ഞങ്ങളുടെ നാട്ടില് ഗാന്ധി ഭവൻ എന്ന് പറയുന്ന ഒരു വൃദ്ധസദനമുണ്ട് പത്തനാപുരത്ത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ മരണപ്പെട്ടു പോയാലും എൻ്റെ സ്വത്തിൽ നിന്ന് അല്പം അതിനുവേണ്ടി മാറ്റിവെച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു ഒരാൾക്ക് നൽകിയിരിക്കുന്ന നിഅമത്ത് നീങ്ങിപ്പോണം. അതാ ചില കണ്ണുകൾ. ആ കണ്ണിനെ നാം സൂക്ഷിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള കണ്ണുകളെ നമ്മൾ വല്ലാതെ സൂക്ഷിക്കണം. സൂക്ഷിക്കാനുള്ള വഴി എന്താ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, ഈ ആയത്ത് ഓതിയാ മതി. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, ഈ ആയത്ത് ഇങ്ങനെ പാരായണം ചെയ്യണം. അതാ അസൂയയുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ്. രണ്ടാമത്തെ കണ്ണേതെന്നറിയുമോ? ഐനുൻ മുഅ്ജിബ, അത്ഭുതത്തിന്റെ കണ്ണ്, അത്ഭുതപ്പെടുത്തുന്ന കണ്ണ്. എന്തൊരു വീടാണ് പടച്ചവനെ, എന്തൊരു വീടാണ് തമ്പുരാനെ, പടച്ചവനെ. കണ്ണേതെന്നറിയുമോ? ഐനുൻ മുഅ്ജിബ, അത്ഭുതത്തിന്റെ കണ്ണ്, അത്ഭുതപ്പെടുത്തുന്ന കണ്ണ്. എന്തൊരു വീടാണ് പടച്ചവനെ, എന്തൊരു വീടാണ് തമ്പുരാനെ. ചിലര് പറഞ്ഞാ മതിയടോ, എന്തൊരു ഗ്ലാമറാണ്, എന്തരാ ഒരു വാഴക്കൊല അതാ നല്ലതുപോലെ കുലച്ചു നിൽക്കുകയാണ്. എന്തൊരു കൊലയാ പറഞ്ഞാ മതിയടോ, വെറുതെ പറഞ്ഞതല്ല, ഇതൊന്നും കെട്ടുകഥയല്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുകയാണ്. നബി തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ അതാ ജുഹുഫ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് താമസിക്കുകയാണ്. നബി തങ്ങളും സ്വഹാബത്തും അവിടെ താമസിക്കുമ്പോ അല്ലാഹുവേ, മഹാ
മഹാനായ സഹൽ റളിയല്ലാഹു തആല സുന്ദരനായ നല്ല ബോഡിയുള്ള അതാ സിക്സ് പാക്ക് എന്നൊക്കെ പറയുന്നത് പോലെ നല്ല ആരോഗ്യവാനായ വെളുത്ത സുന്ദരനായ സഹാബിയാണ് സഹൽ റളിയല്ലാഹു തആല. ജുഹഫ് എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാവരും ശ്രമിക്കുമ്പോ സഹൽ റളിയല്ലാഹു തആല തന്റെ കമീസ് അവിടുന്ന് ഊരുകയാണ്. താൻ ധരിച്ചിരുന്ന വസ്ത്രം അവിടുന്ന് ഊരുകയാണ്. പടച്ചവനെ ആ വസ്ത്രം അങ്ങ് ഊരിയപ്പോ, ആ ഗ്ലാമർ കണ്ടപ്പോ, ആ ബോഡി കണ്ടപ്പോ, ആ മസിൽ കണ്ടപ്പോ മഹാനായ ആമിർ റളിയല്ലാഹു തആല അൻഹു, ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി സഹൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിന്റെ ഗ്ലാമർ കണ്ടപ്പോ അവിടെന്ന് പറയുകയാണ്, വല്ലാഹി മാ റഅയ്തുകൽ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഇങ്ങനെ ഒരു ശരീരം ഇന്ന് വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇന്ന് വരെ ഇതുപോലെയുള്ള ഒരു ശരീരം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മഹാനായ ആമിർ റളിയല്ലാഹു തആല അവിടെന്ന് പറയുകയാ, പടച്ചവരേ, ആമിർ തങ്ങൾ പറഞ്ഞു തീരേണ്ട താമസം മഹാനായ സഹൽ റളിയല്ലാഹു തആല അൻഹു ബോധം കെട്ട് താഴെ വീഴുകയാ. പടച്ചവനെ, ആമിർ തങ്ങൾ വല്ലാത്ത ഒരു ഗ്ലാമറാണല്ലോ, വല്ലാത്ത ഒരു ശരീരമാണല്ലോ. പറഞ്ഞു തീരേണ്ട താമസം പടച്ചവനെ അവിടുന്ന് പിടഞ്ഞ് താഴെ വീഴുകയാണ്. സ്വഹാബത്ത് ഓടിച്ചെന്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിനെ എടുത്തുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ഓടുകയാണ്. നബി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചു. സ്വഹാബത്ത് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. റസൂൽ ചോദിക്കുന്നു, സ്വഹാബാ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പെട്ടെന്ന് നിന്ന നിപ്പിന് വീണപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സ്വഹാബാ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആമിർ തങ്ങൾ ഇങ്ങനെ ഒരു വാക്കു പറഞ്ഞു നബിയേ, ആമിർ ഇങ്ങനെ ഒരു വാക്കു പറഞ്ഞു നബിയേ. നബി തങ്ങളുടെ മുഖം ചുമക്കുകയാണ്. അലാമായ ഖുതുലു അഹദുക്കും അഖാ, ആമിറേ, നീ നിന്റെ കൂടപ്പറപ്പിനെ കൊല്ലാ നോക്കുകയാണോ ആമിറേ? ഒന്നും പറഞ്ഞില്ലടോ, നശിക്കാൻ പറഞ്ഞില്ലടോ. പടച്ചവന് ആമിർ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവേ, ഇതുപോലെ ഒരു ശരീരം ഇന്ന് വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊന്ന് പറഞ്ഞതാ. പക്ഷേ എതിരായി പെങ്ങള്, ഇതുകൊണ്ടാണ് പറയുന്നത് പലതും പറയരുതെന്ന്. നിന്റെ മക്കൾക്ക് 10ാം ക്ലാസ്സിൽ A+ കിട്ടിയാൽ നല്ല കാര്യമല്ല, സന്തോഷമുള്ള കാര്യമല്ല. ദുആ ചെയ്താ പോരെ, ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്താ പോരെ. എന്തിനാ നാട്ടുകാരെ മുഴുവനും അറിയിക്കുന്നത്? എന്തിനാ ഫ്ലക്സ് വെക്കുന്നത്? എന്തിനാ സ്റ്റാറ്റസ് ഇടുന്നത്? പെങ്ങളെ, അവസാനം എന്താ അവസ്ഥയെന്നറിയോ? ഇന്ന് മക്കൾക്ക് A+ കിട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാരെ മുഴുവനും അറിയിക്കണം. പോസ്റ്റിന്റെ മുകളിൽ തന്റെ പൊന്നുമോളുടെ ഫ്ലക്സ് വെക്കുകയാ. A+ വാങ്ങിച്ചു, കഷ്ടപ്പെട്ട് പഠിച്ചു, നല്ല കാര്യം. നീ സ്നേഹിക്ക്, സമ്മാനം കൊടുക്ക്, ആദരിക്ക്, ബഹുമാനിക്ക്, എല്ലാം ചെയ്യും. പക്ഷെ അങ്ങനല്ല, സ്റ്റാറ്റസ് ഇടും. മോളെ A+ വാങ്ങിച്ചു, റോഡിന്റെ മുകളിൽ ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ A+ വാങ്ങിച്ച മകൾ എങ്ങനെയുണ്ട്? ഉമ്മച്ചി പഠിക്കാൻ വേണ്ടി എടുക്കുമ്പോഴത്തേക്ക് എന്താണെന്നറിയില്ല, തല്ലാത്ത തലവേദന, പഠിക്കാൻ പറ്റുന്നില്ല, ആകെ ബുദ്ധിമുട്ട്. എരന്ന് വാങ്ങിയതല്ലേ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മൾ തന്നെ ചെയ്യുന്ന ചില കാര്യം, എടോ അത്ഭുതം. ചിലരൊരു വാക്ക് പറഞ്ഞാൽ മതിയെടോ, നിന്ന നിപ്പിന് പോകും. അള്ളാഹു കാത്തിരശിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരശിക്കുമാറാകട്ടെ. ഏതൊരു മരവും നിന്ന്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ എപ്പോഴും പറയും, വീടിന്റെ മുമ്പിൽ മനോഹരമായ ഒരു വാഴ കുലച്ചു നിൽക്കുകയാണ്. ഒരാൾ നോക്കിയിട്ട് പറഞ്ഞു, എന്നാ കൊലയാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്. തീർന്നു. അള്ളാഹു കാത്തിരശിക്കുമാറാകട്ടെ. ഇതാണ് മനുഷ്യന്റെ. രണ്ടാമത്തെ കണ്ണ് അത്ഭുതം. 3 കൊന്നുകളയും. 3 ചില കണ്ണുകൾ മനുഷ്യനാവങ്ങനെ നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മൾ തന്നെ പറയാൻ പാടില്ല, എന്താ ഇപ്പൊ ഇത്തിരി ഗ്ലാമർ കൂടിയിട്ടുണ്ടോ, ഇങ്ങനെ നോക്കിയിട്ട് പറയരുതെന്നാ. കാരണം എന്താ? നിന്റെ നാവ് എങ്ങനത്തതാണെന്ന് നിനക്കറിയില്ലല്ലോ.
നിന്റെ നാവ് എങ്ങനത്തെ നാവാണെന്ന് എനിക്കും അറിയില്ല, നിങ്ങൾക്കറിയില്ല. ചുമ്മാതെ ഇങ്ങനെ വണ്ടി പോകുമ്പോഴാ രണ്ട് പിള്ളന്മാര് ബൈക്കിൽ ചാവാൻ പോകുന്നോടെ ഇവനൊക്കെ സുബ്ഹാനല്ലാഹ് ഓടക്കകത്ത് കിടക്കും. അപ്പോഴേ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒറ്റ പറച്ചില ചാകാൻ പോകുന്നോടാ അവനൊക്കെ. എവിടെ പോകുന്ന വായുളി പഠിക്കാൻ പോകുന്നോടാ ഒറ്റ അടിക്കില്. എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണേ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ ഖബറിലെത്തിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളും എല്ലാവരോടും പറയണ്ട, നിനക്കെന്തുണ്ടെങ്കിലും അൽഹംദുലില്ലാ നിന്റെ മനസ്സിൽ വെച്ചാൽ പോരെ. നിനക്ക് അള്ളാഹു തന്നനുസരിച്ച് കൊടുത്താൽ പോരെ. എത്ര രൂപ ശമ്പളമുണ്ട്, എവിടെയൊക്കെ ദുബൈയിലുണ്ട്, അബുദാബിയിലുണ്ട്, കുവൈറ്റിലുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, എല്ലാവർക്കും നാട്ടുകാർക്ക് അറിയാം. ഇതിനെങ്ങനെ മൈക്കെട്ടി പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്? അതൊക്കെ ഇപ്പം അനുഭവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ഇങ്ങനെയുള്ള കണ്ണീറുകളിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാ നബിതങ്ങൾ പറഞ്ഞത്. ഹസനും ഹുസൈൻ റളിയല്ലാഹു തആല രണ്ട് കൊച്ചുമക്കളെ വീടിന് പുറത്തിറങ്ങുമ്പോ ഫാത്തിമയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഫാത്തിമ ഈ ദുആ പറഞ്ഞിട്ട് മക്കളുടെ തലയിൽ ഊതിയിട്ട് പുറത്തു വിടാവൂ എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസനും ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് മക്കൾ അള്ളാന്റെ റസൂലിന്റെ കൊച്ചുമക്കളല്ലേ. നബിതങ്ങളുടെ ഗ്ലാമർ അറിയുമല്ലോ, അള്ളാന്റെ റസൂലിന്റെ സൗന്ദര്യം നമുക്കറിയുമല്ലോ. ആ നബിതങ്ങളുടെ മകളാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ. വാപ്പയെ വരച്ചു വെച്ചതുപോലെയാണ് ഫാത്തിമ ഇരിക്കുന്നത്. ആ ഫാത്തിമയുടെ സൗന്ദര്യം നമുക്ക് ചിന്തിക്കാമടോ. ആ ഫാത്തിമയുടെ മകനാണ് ഹസനും ഹുസൈനും റളിയല്ലാഹു തആല അൻഹുമാ. ഈ രണ്ട് മക്കള് പുറത്തേക്ക് പോകുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ ഈ ദുആ നിന്റെ മക്കളുടെ തലയിലേക്ക് ഊതണേ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, മക്കളെ പുറത്തയക്കുമ്പോ അതാണാകട്ടെ പെണ്ണാകട്ടെ, ആ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ, കല്യാണ വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ, പുറത്തേക്ക് വിടുന്ന സമയത്ത് ഈ ദുആ ഊതിയിട്ട് മക്കളുടെ തലയിൽ ഊതണേ. ഇത് നബിതങ്ങൾ മാത്രം ചെയ്തതല്ല, യാക്കൂബ് നബി ചെയ്തതാണ്, ഇസ്ഹാഖ് നബി ചെയ്തതാണ്, ഇസ്മായിൽ നബി ചെയ്തതാണ്. പാരമ്പര്യമായി കിട്ടിയ ഒരു ദുആയാ, പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു ദുആയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ദുആ പഠിച്ചു വെച്ചോ. എന്നിട്ട് മക്കള് വീടിന്റെ പുറത്തിറങ്ങുമ്പോ ഈ ദുആ നിങ്ങളുടെ മക്കളിൽ തലയിലൊന്ന് ഓതി ഊതണേ. ഏത് ദുആ എന്നറിയുമോ? അഊദു ബികലിമാതില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്താനിൻ വആമ്മ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അഊദു ബികലിമാതില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്താനിൻ വആമ്മ വമിൻ കുല്ലി ശൈത്താനിൻ ലാമ്മ. ഇത് നബിതങ്ങൾ തന്റെ പൊന്നാര മകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ദുആയാ. ഫാത്തിമ ബീവി ഹസനും ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് മക്കളുണ്ടല്ലോ, ആ മക്കളെ പുറത്തു വിടുമ്പോ ഈ ദുആ ഊതിയിട്ട് അവരുടെ തലയിലേക്ക് മന്ത്രിക്കുമായിരുന്നു. അവിടെ നിന്ന് ഊതിയിട്ട് പുറത്തു വിടുമായിരുന്നു, കണ്ണേറ് തട്ടാതിരിക്കാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മക്കളെ രാജകൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിട്ടപ്പോ അവിടെ നിന്ന് കൊടുത്തുവിട്ട ഉപദേശം അതായിരുന്നു. പടച്ചവരെ, പിന്നെ ചരിത്രം അറിയുമല്ലോ. കൊട്ടാരത്തിലേക്ക് കടന്നുപോയി. കൂടപ്പറപ്പുകളെ യൂസുഫ് നബി അലൈഹിസ്സലാമാണ് അവിടുത്തെ ഭരണാധികാരി. തന്റെ സഹോദരങ്ങളെ കണ്ടടോ. ബിന്യാമീൻ എന്ന് പറയുന്ന അനിയനോട് വല്ലാത്ത സ്നേഹമായി, അനുജനെ കണ്ടപ്പോ വല്ലാത്ത സന്തോഷമായി. പിന്നെ പടച്ചവനെ അനിയനെ പിടിച്ചു നിർത്തിയ കഥകളൊക്കെ നമ്മൾ പഠിച്ചവനാണ്. അല്ലാഹുവേ, നാട്ടിലേക്ക് മടങ്ങി വന്നു. ബിന്യാമീൻ എന്ന് പറയുന്ന മകനും നഷ്ടപ്പെട്ടു പോയി. യൂസുഫ് എന്ന് പറയുന്ന 11ാമത്തെ മകനും 12ാമത്തെ മകനായി ബിന്യാമീനും രണ്ട് മക്കളെയും നഷ്ടപ്പെട്ടു. വാപ്പയ്ക്ക് വല്ലാത്ത സങ്കടമായി. പക്ഷേ വാപ്പ അല്ലാഹുവിൽ തവക്കലേൽപ്പിച്ച് ജീവിച്ച പ്രവാചകനാ. മക്കൾക്ക് പോലും വാപ്പയുടെ സങ്കടം കണ്ടിട്ട് സഹിച്ചില്ലടോ. കരഞ്ഞ് 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 യാക്കൂബ് നബിയുടെ കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടു പോയി. അല്ലാഹുവേ, മക്കള് വാപ്പാന്റെ അടുക്ക പറഞ്ഞു, ഇതെന്ത് സ്വഭാവമാ വാപ്പാ? നിങ്ങളുടെ പൊന്നുമോന് യൂസുഫ് മരിച്ചുപോയി. ഇല്ല മോനെ, യൂസുഫ് മരിച്ചിട്ടില്ല. അല്ലാഹുവേ, കാത്തുകാതിരുന്നു. യാക്കൂബ് നബിയുടെ ജീവിതം കൊണ്ട് തന്റെ 12 മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത 5ാമത്തെ പാഠം എന്തെന്നറിയുവോ? തവക്കൽതു അലല്ലാഹ്.
അല്ലാഹുവിൽ പരമേൽപ്പിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാ. അല്ലാഹുവിൽ പരമേൽപ്പിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാ. തന്റെ പൊന്നാര മകന് വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് എന്ന് പറയുന്ന മകനെയും തന്റെ കൂടപ്പിറപ്പിനെയും അല്ലാഹു തിരിച്ചു കൊടുക്കുകയാണ്. ഈ 10 മക്കളും വാപ്പാന്റെ അടുക്കൽ വന്ന് മാപ്പ് പറയുകയാണ്. പടച്ചവനെ, തന്റെ പൊന്നാര മകൻ ഭരണാധികാരിയാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ യാക്കൂബിന് തിരിച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ അവസാനമായി എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, മക്കൾക്ക് അല്ലാഹനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കൂ. അല്ലാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട കടമ നിനക്കുണ്ടല്ലോ. അല്ലാഹുവേ, നിന്നെ കുറിച്ച് പഠിക്കാ മനസ്സു നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കൂ. ഉമ്മമാരെ, നിന്റെ ദുആയെക്കാളും ലോകത്ത് വേറെ ഒന്നുമില്ല ഉമ്മ. നീ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആയുടെ മഹത്വം നിനക്കറിയാഞ്ഞിട്ടാണ്. നീ ശപിക്കല്ലേ, നീ പ്രാവല്ലേ, ഒരിക്കലും നന്നാകില്ലടാ, ഒരിക്കലും നീ നന്നാകില്ലടാ, നീ നരകിച്ച് ചാകുമടാ എന്നൊക്കെ പ്രാവുന്ന ഉമ്മമാരുണ്ട്. ഒരിക്കലും നിങ്ങളങ്ങനെ പറയരുത്. നിങ്ങൾ എന്തേ അല്ലാഹനെ കേൾപ്പിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, മക്കള് തെറ്റ് ചെയ്യുന്നവരായാൽ അവരെ എഴുതി തള്ളുകയല്ല, അവരെ ഉപേക്ഷിക്കലല്ല, അവനെ ഒഴിവാക്കലല്ല, ഇനി അവനെ ഉപദേശിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് തെള്ളിക്കളയലല്ല. ആ മകനെയാണ് ചേർത്ത് പിടിക്കേണ്ടത്. ആ മകനെയാണ് ചേർത്ത് പിടിക്കേണ്ടത്. അവനെ കൂടെ നന്നാക്കുമ്പോഴാ നീ വഅയ്നില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. കൊട്ടേഷ സംഘത്തിന്റെ നേതാവായിരുന്ന ഫുളൈൽ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോ, ഒരു പെണ്ണിനെ വ്യഭിചരിക്കാൻ പോയപ്പോ, ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യാൻ പോയപ്പോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോ പടച്ചവനെ, ജീവിതത്തിൽ മാറ്റം വന്ന മനുഷ്യനാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു. ആ ഫുളൈൽ തങ്ങൾ ലോകമറിയുന്ന പണ്ഡിതനായി മാറി, പടച്ചവനെ മഹാനായി മാറി. ആ ഫുളൈൽ തങ്ങൾക്ക് അലി എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു വാപ്പാ. അലി എന്ന് പറയുന്ന ഒരു മകന്, പറഞ്ഞാൽ അനുസരിക്കാത്ത മകന്, വാപ്പ പറയുന്നത് കേൾക്കാത്ത മകന്. പടച്ചവനെ, അലി എന്ന് പറയുന്ന മകനെ ഒരുപാട് പഠിപ്പിച്ചു നോക്കി, ഒരുപാട് ഉപദേശിച്ചു നോക്കി. പടച്ചവനെ പലരുടെയും മുമ്പിൽ കൊണ്ടുപോയി നോക്കി. അലി എന്ന് പറയുന്ന പൊന്നുമകൻ നന്നാകുന്നില്ല, ഇബാദത്തുകൾ കൃത്യമായി ചെയ്യുന്നില്ല. പറഞ്ഞാൽ അനുസരിക്കാത്ത മകൻ കാരണം ഫുളൈൽ തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായിടോ. ഫുളൈൽ തങ്ങളെ കുരുത്തം കെട്ടവനെന്ന് പറഞ്ഞ് എഴുതി തള്ളിയില്ല, എന്നെ നാണം കെടുത്താൻ ജനിച്ചവനാണെന്ന് പറഞ്ഞ് വേദനിപ്പിച്ചില്ല, ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് ശപിച്ചില്ല. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു അലി എന്ന് പറയുന്ന പൊന്നാര മകനെ ഒരു ദിവസം അടുത്തേക്ക് വിളിക്കുകയാണ്. തന്റെ പൊന്നാര മകന്റെ കൈപിടിച്ചിട്ട് നിസ്കാരപ്പായിലേക്ക് കടന്നു ചെന്നു 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മകനെ പിടിച്ചടുത്തിരുത്തിയിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ 2 കരങ്ങൾ ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹ്, നീ എനിക്ക് അമാനത്തായി തന്ന എന്റെ പൊന്നുമോര് ഈ അലിയെ ഞാൻ ഒരുപാട് പഠിപ്പിച്ചു പഠിച്ചവര്, ഒരുപാട് പരിശ്രമിച്ചു പഠിച്ചവര്, ഇവനെ നന്നാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു റബ്ബേ, ഇവൻ അനുസരിക്കുന്നില്ല അല്ലാഹ്, ഞാൻ പരാജയപ്പെടുന്നു റബ്ബേ. മറുപടി പറയാനൊന്നുമില്ല അല്ലാഹ്. അതുകൊണ്ട് നാദാ, ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പടച്ച റബ്ബിനോട് പറയുകയാ, ഈ പൊന്നുമോനെ നിന്നെ ഏൽപ്പിക്കുന്നു അല്ലാഹ്, ഇവനെ നീ നേരെയാക്കി തരണേ അല്ലാഹ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നാദാ
ഇവനെ കൈവിടാൻ മനസ്സ് വരുന്നില്ല റബ്ബേ. ഇവനും നന്നാകണം റബ്ബേ, ഇവനും നേരെയാക്കണം റബ്ബേ. അതുകൊണ്ട് ഇവനെ തവക്കൽതു അലല്ലാഹ്, നിന്നെ ഏൽപ്പിക്കുന്നു അല്ലാ. ഇവനെ നീ നന്നാക്കണേ അല്ലാ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു ആ പൊന്നുമോനെ പടച്ചവനെ ഏൽപ്പിച്ചു. വാപ്പാ ഉമ്മമാരേ, ആ തലതിരിഞ്ഞ മകനെ അള്ളാന്റെ അടുക്കൽ കൊടുത്തു, ഇവനെ നേരെയാക്കി തരാ. പെങ്ങളെ, ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഊതുകയാ, അവിടുന്ന് ഖുർആൻ കേൾക്കുകയാ. പടച്ചവനെ അതൊരു ലഹരിയായി മാറുകയാ. അലിയിന് പിന്നെ ഖുർആൻ ലഹരിയായടോ. അല്ലാഹുവേ, ഖുർആൻ ഒരു ലഹരിയായി മാറുകയാണ്. ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്യുകയാണ്. പഠിക്കും തോറും ലഹരി പോലെ രക്തത്തിലേക്ക് അലിയുകയാ. അല്ലാഹുവിന്റെ കലാമല്ലേ. കേൾക്കണേ ചെറുപ്പക്കാരാ, കേൾക്കണേ ചെറുപ്പക്കാരാ. ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടാണെങ്കിലും അല്ലാഹുവേ ഹെഡ്സെറ്റ് വെച്ചിട്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതും കേൾക്കടാ പോരെ. ലയിച്ചു പോകും ചെറുപ്പക്കാരാ. ഒരു സംഗീതത്തിനും തരാൻ കഴിയാത്ത, ഒരു വേടനും തരാൻ കഴിയാത്ത ഒരു വല്ലാത്ത ഒരാനന്ദമുണ്ടല്ലോ, ഒരു വല്ലാത്ത സുഖമുണ്ടല്ലോ, ഒരു കുളിർമയുണ്ടല്ലോ. അത് അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് മാറുമടോ. രാത്രി കിടക്കുന്ന സമയത്ത് പെങ്ങളെ, പൊന്നുമോളെ, ഏതെങ്കിലും ഒരു ഖുർആനിന്റെ സൂറത്തൊന്ന് ഓണ് ചെയ്തിട്ട് ചെവിയിൽ ഒന്ന് കേട്ട് നോക്ക് പെണ്ണ്. അത് വല്ലാത്ത ഒരു ലഹരിയാ. അലി എന്ന് പറയുന്ന പൊന്നുമോന്റെ ജീവിതം മാറുകയാ. പിന്നെ ഖുർആനായടോ, പിന്നെ ഖുർആനായടോ. പടച്ചവരെ, അലിയിനെ കുറിച്ച് ചരിത്രം പറയുന്നത്, അലിയ ഖുർആൻ ഓതുന്നത് കേൾക്കാ. പടച്ചവനെ, പക്ഷികൾ പോലും വന്നിരിക്കുമായിരുന്നു. അത്രയും മനോഹരമായി ഖുർആൻ ഓതുന്ന മകനായി അലി എന്ന് പറയുന്ന പൊന്നുമോന് മാറിയെന്ന് ചരിത്രം പറയുമ്പോ, വാപ്പാ ഫുളൈൽ ഇബ്നു ഇയാദ് നിങ്ങളുടെ അലി എന്ന് പറയുന്ന മകന് ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് കയ്യിൽ ഖുർആനുമായിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞതെന്ന് ചരിത്രം പറയുമ്പോ, ഉമ്മാ നിന്റെ നാവ് പൊന്നാമുമ്മാ. ഏത് തങ്ങള് ദുആ ചെയ്യുന്നതിനേക്കാളും മഹത്വമുണ്ട് നിന്റെ നാവ് കൊണ്ട്. എന്റെ പൊന്നുമോനെ നന്നാക്കണേ അല്ലാ, എന്റെ പൊന്നുമോളെ നന്നാക്കണേ അല്ലാ. ആ ദുആയ്ക്ക് വല്ലാത്ത ഇജാബത്തുണ്ടോ. അതുകൊണ്ട് ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങള് തവക്കൽതു അലല്ലാഹ്, അല്ലാഹനെ ഏൽപ്പിച്ചപ്പോ ആ പൊന്നുമോനെ നന്നാക്കി കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ, അല്ല ആരാണെന്ന് പഠിപ്പിക്ക്. അല്ലയല്ലേ എല്ലാം തരുന്നത്. മോനെ, ജോലി തരുന്നത് അല്ലാഹുവാ, ഭക്ഷണം തരുന്നത് അല്ലാഹുവാ, ആരോഗ്യം തരുന്നത് അല്ലാഹുവാ, വീട് തരുന്നത് അല്ലാഹുവാ, എല്ലാം തരുന്നത് പടച്ച റബ്ബാ. ഇത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്ക്. അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്ക്. എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട് പറയുകയാണ്, സഹോദരിമാരോട് പറയുകയാണ്, തവക്കൽതു അലല്ലാഹ്. ഇന്നത്തെ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? എത്രയും പേര് ഇവിടെ ഇരിക്കുന്നു, മനസാക്ഷിയോട് ചോദിക്ക്, ഇന്നത്തെ ദിവസം ഒരു വട്ടമെങ്കിലും തവക്കൽതു അലല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആര് പറയാനാ? തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ വണ്ടിക്കൊക്കെ തൊട്ടിക്കുന്ന സ്റ്റിക്കറായി മാറി. ഇത് വണ്ടിയെ നോക്കിയാലും തവക്കൽതു അലല്ലാഹ്, ഏത് വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴും തവക്കൽതു അലല്ലാഹ്. അല്ലാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ.